ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓണം കളക്ഷൻസ് കാണിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം, മുമ്പിലത്തെ വർഷം, ഈ വർഷമൊക്കെ ഉപയോഗിച്ച എൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണിക്കുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച എൻ്റെ ഔട്ട്ഫിറ്റാണ്. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഞാൻ ഉപയോഗിച്ച്, ഞങ്ങൾക്ക് 2-3 ഓണം പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ഹെയർഫോഡ് ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങളുടെ വാർഡിൻ്റെ, ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൻ്റെ അങ്ങനത്തെ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്ന ഔട്ട്ഫിറ്റ്, ഞാൻ ലാസ്റ്റ് ഇയർ മോളെ 5 months പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ നാട്ടിൽ നിന്നും വരുത്തിച്ചതാണ്. നാട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്ത് പാറ്റേൺ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഒരു ധാവണി സെറ്റായിരുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഐഡിയ മനസ്സിൽ വന്നത്. അപ്പം ഇതാണ് സ്കേർട്ട്. അപ്പം നമ്മൾക്ക് ഇതിൽ വള്ളിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വയറൊക്കെ എന്നേരം ഇച്ചിരി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇത് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ബ്ലൗസ്. ഇതാണ് എൻ്റെ കൈ ഞാൻ ചെയ്യിച്ചിരുന്ന വർക്ക്. അതായത് ഈ വർഷം ഇതൊക്കെ ട്രെൻഡിങ് ഒക്കെയാണ്. ഞാൻ കുറേ പേരുടെ ഫോട്ടോസിലൊക്കെ കണ്ടു. ഇതിപ്പോഴും ഈ ഒരു പാറ്റേൺ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ്. പിന്നെ ഇതാണ് കളർ കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനാണ് വൈറ്റും ഗ്രീനും. ഇതൊരു നല്ലൊരു ഗ്രീനാണ്, നോർമലായ ഒരു ഗ്രീൻ അല്ല, ഒരു കുറച്ച് ഡാർക്ക് ഗ്രീനാണ്. നിങ്ങൾക്ക് ഇതിലും ഈ കളർ തന്നെയാണ്, നിങ്ങൾ കാണുന്ന കളർ തന്നെയായിരുന്നു അത്. ഇപ്പം ഈ ഫോണിൽ കൂടെ കാണുന്ന കളർ തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. ഇതതിൻ്റെ ധാവണി. അത് നല്ല ലെങ്ത് ഉള്ളൊരു ധാവണിയായിരുന്നു. ഇതെൻ്റെ ധാവണി. ഇത് 3 കൂടി ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് കാണാൻ പറ്റുള്ളൂ നന്നായിട്ട്. പിന്നെ ഞാൻ രണ്ടാമത് എൻ്റെ വാർഡിൻ്റെ പ്രോഗ്രാമിന്, അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിലും സാരി ഉടുക്കാൻ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ ഇവിടെ UK തന്നെയുള്ള LROS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ അറിയുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി. അപ്പോൾ ആ ചേച്ചിയുടെ അവർക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അവരുടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനപ്പോൾ എനിക്ക് ഓണത്തിനിടാൻ ഒരു ഡ്രസ്സ് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ചേച്ചി തന്നെ മറ്റേ പൂർണിമ ഇന്ദ്രിയത്തിൻ്റെ പൊട്ട് ആ ഒരു കൺസെപ്റ്റിൽ ഇൻസ്പയർഡായി ചെയ്യിച്ചതാണിത്. ഇതെന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി മാത്രമല്ല, എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഇത് ഉപയോഗിക്കായിരുന്നു. കാരണം ഇതിന് സിബ് ഓപ്പൺ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യിച്ചത്. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു, പിന്നെ നല്ല കംഫർട്ടബിളും ആയിരുന്നു. ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് ഹെവി ആയ മെറ്റീരിയലൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് ചെയ്യിപ്പിച്ച ഔട്ട്ഫിറ്റ്. ഇത് താഴെ എൻ്റെ കാൽപാദം വരെ അത്ര ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പം ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും UK ഓണം കളക്ഷൻസോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുമോ അങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ അടുത്ത് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി പ്രീ ബുക്ക് ചെയ്യണം. അവരോട് നേരത്തെ പറയുകയാണ്, ചേച്ചി ഡിസൈൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പം ഞാൻ അടുത്ത ഔട്ട്ഫിറ്റ് കാണിക്കാം. ഈ വർഷത്തെ ഓണത്തിന് ഞാൻ സെറ്റ് മുണ്ടാണ് പ്രിഫർ ചെയ്തത്. സെറ്റ് മുണ്ടും സാരിയുമാണ്. അപ്പം ഇത്തവണ ഞങ്ങൾക്ക് 4 പ്രോഗ്രാമുണ്ട്. ഞങ്ങളുടെ ഹെയർഫോഡ് ഫാമിലിയുടെ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടിയിലെ ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഓണം അസോസിയേഷനുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 4 പ്രോഗ്രാമാണ്. പക്ഷേ എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഔട്ട്ഫിറ്റൊക്കെ വാങ്ങി വെച്ചിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ ഹെയർഫോഡ് ഫാമിലിയുടെ ഇവൻറ്റിന് എൻ്റെ സെറ്റ് മുണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സെറ്റ് മുണ്ടും. ഞാൻ ആക്ച്വലി പ്രോഗ്രാം കഴിഞ്ഞിട്ടിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് വെച്ചതുള്ളൂ, അത് ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല. ഇതാണ് ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതാണ് ബ്ലൗസ് ഞാൻ വേറെ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്ത്. അപ്പം നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളിപ്പോൾ മോളുടെ മാമോദിസയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഒരു ക്ലോത്ത്. ഇത് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് എടുത്തോളൂ, ഞാനത് അയൺ ചെയ്തിട്ടില്ല. നിങ്ങളതിൻ്റെ ചുളിവൊന്നും കണ്ട് ക്ഷമിക്കണം കേട്ടോ. നോർമലായ ഒരു ബ്ലൗസ് ഇതായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്കൊക്കെ നിങ്ങൾക്ക് കാണാം, വെരി നോർമലായിട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്.
ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് 13-നാണ് എൻ്റെ പ്രോഗ്രാം വരുന്നത്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഹെറിഫോർഡിലുള്ള റെയിൻബോസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. അവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ബ്ലൗസ് ഇതുവരെ എത്തിയിട്ടുള്ള നാട്ടിൽ നിന്ന് വരുന്നുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ഈ കളർ തന്നെയുള്ളൊരു ഗോൾഡൻ ബ്ലൗസ് ഉണ്ട് എൻ്റെ കയ്യിൽ. വേണമെങ്കിൽ എനിക്ക് ഇത് മാച്ച് ചെയ്ത് ഇടാവുന്നതാണ്. ഒരു ഓറഞ്ച് ബ്ലൗസ്, പിന്നെ നെക്ക് ഇങ്ങനെയാണ്, ബാക്കിലാണ് ഇതിൻ്റെ ഓപ്പൺ വരുന്നത്. ഫ്രണ്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ടാണ്. വേണമെങ്കിൽ ഇത് മാച്ച് ചെയ്തിടാം. പിന്നെ എനിക്ക് ഏതൊരു ഡിസിഷൻ ആയിട്ടില്ല ഇതുവരെ ഇതിനെ ചെയ്തിട്ടിടണമെന്ന്. ഇതിന് നന്നായിട്ട് മാച്ചായി പോകും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു സെറ്റ് സാരിയാണ് ഈ ഗ്രീൻ കളർ സെറ്റ് സാരി. ഇത് ഞാൻ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പിലത്തെ വർഷത്തെ ഓണത്തിന് ഞാൻ ഉടുത്തിരുന്ന സാരിയാണിത്. ഈ ഗ്രീൻ കളറ് കസവുള്ള സെറ്റ് സാരിയാണിത്. എനിക്ക് ഗ്രീനിനോടൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഗ്രീനും ബ്ലാക്കും ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് കളറാണ്. നിങ്ങൾക്കിത് കണ്ടാലറിയാം. ഇതാണ് ആ സാരി. ഇങ്ങനത്തെ ഒരു ഗ്രീൻ കരയാണ്. ഇതിന് ഞാൻ ഇട്ടിരുന്ന ബ്ലൗസ്, അപ്പോൾ ആ സാരിക്ക് വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചൊരു ബ്ലൗസാണിത്. ഇതും ഇങ്ങനെ ബാക്കിൽ ഓപ്പൺ ആണ്. ഇത് ഇങ്ങനത്തെ വേറെ ഒരു നോർമൽ ബ്ലൗസ് തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ബാക്ക് ഓപ്പൺ വിട്ടിട്ട് നോർമൽ ഫ്രണ്ട് ഓപ്പൺ തന്നെ ബ്ലൗസിലോട്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കും ബാക്ക് ഓപ്പൺ ബ്ലൗസുകളൊക്കെ ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ ബ്ലൗസുകളാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കിത് ഇടണമെങ്കിൽ ഒരാളുടെ സഹായം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബ്ലൗസ്. മുമ്പ് കാണിച്ച പൂർണ്ണിമേന്ദ്രിയത്തിൻ്റെ പൊട്ട് ഇൻസ്പയർഡായി അത് ചെയ്ത എല്ലാ റോസിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയ വേറൊരു കുർത്തിയാണ് ഇത്. ഇത് നമുക്ക് ഓണം ഔട്ട്ഫിറ്റായിട്ടൊക്കെ തന്നെ ഇടാം. കാരണം ഇത് ഫ്ലോറൽ ആയതുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ ഒരു തീമാണല്ലോ. കസവില്ലെന്നുള്ളൂ, പക്ഷേ ഫ്ലോറൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റായിട്ടും ഇതിടാൻ പറ്റും. അപ്പം ഇതും ഫീഡിങ് ഫ്രണ്ട്ലിയാണ്. ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഞാനിതൊരു 5-6 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്, ടംബ്ലർ ഡ്രയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ക്ലോത്തിനൊന്നും പറ്റില്ല, അത്ര നല്ല മെറ്റീരിയലാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ ഈ ലേസൊക്കെ ഭയങ്കര ട്രെൻഡാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യൂട്ടായിട്ടുള്ള ഈ ലേസിൻ്റെ വർക്കും. പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ്, നല്ല മെറ്റീരിയലാണ്. ഈ സിപ്പൊക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള സിപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതും അവരുടെ തന്നെ എല്ലാ റോസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാണ്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്പോൺസും അതൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഓണം ഔട്ട്ഫിറ്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.